കോഴിക്കോട് പേരാമ്പ്ര കക്കറമുക്കൽ കാർ കത്തി യുവതി മരിച്ച സംഭവത്തിൽ നിർണായക വഴിത്തിരിവായി CCTV ദൃശ്യം. മരണപ്പെട്ട സോന സംഭവത്തിന് തൊട്ടു മുൻപ് കന്നാസിൽ പെട്രോൾ വാങ്ങി പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇതോടെ സോനയുടെ മരണം സംബന്ധിച്ച് ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. കോഴിക്കോട് നിന്നും റിയാസ് KMR തയ്യാറാക്കിയ വാർത്ത കാണാം. പേരാമ്പ്ര ചെറുവണ്ണൂർ കക്കറമുക്കിൽ കാർ കത്തി യുവതി മരിച്ച സംഭവത്തിൽ നിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. മരണപ്പെട്ട സോന പെട്രോൾ പമ്പിലെത്തി ക്യാനിൽ പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതാണ് ഈ കേസിലെ നിർണായകമായ വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഈ മാസം 15-നാണ് കാർ കത്തി സോന മരണപ്പെടുന്നത്. അത് അപകടമരണം എന്ന നിഗമനത്തിലായിരുന്നു തുടക്കത്തിൽ പോലീസ് ഉണ്ടായിരുന്നത്. കാറിന് ഷോർട്ട് സർക്യൂട്ടോ മറ്റോ സംഭവിച്ചുണ്ടായ പൊട്ടിത്തെറിയായിരിക്കും എന്നുള്ള നിഗമനത്തിലായിരുന്നു അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഫോറൻസിക് നടത്തിയ പരിശോധനയിൽ കാറിൻ്റെ വയറിങ്ങിനോ മറ്റോ കേടുപാടുകൾ ഉണ്ടായതായി കണ്ടെത്തിയിട്ടില്ല. മരണകാരണം ഷോർട്ട് സർക്യൂട്ടല്ല എന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തുകയും ചെയ്തു. കൂടാതെ കാറിൽ നിന്നും പെട്രോൾ ക്യാനിൻ്റെ അടപ്പും ഒപ്പം തന്നെ പെട്രോളിൻ്റെ ഗന്ധവും കണ്ടെത്തുകയും ചെയ്തു. ഇതോടുകൂടി പെട്രോളിൽ നിന്നും തീ പടർന്നാണ് അപകടം സംഭവിച്ചത് എന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയും ചെയ്തു. 60% പൊള്ളലേറ്റ സോനയുടെ ഭർത്താവ് റെജിൻലാൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഇതോടുകൂടി സോനയുടെ മരണത്തിൽ ദുരൂഹത ഉയരുകയും ചെയ്തു. സോനയുടെ ബന്ധുക്കൾ റെജിൻലാലിനെതിരെ രംഗത്തെത്തി എന്നുള്ളതും ശ്രദ്ധേയമാണ്. സോനയും ഭർത്താവ് റെജിൻലാലും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിലാണ് നടുവണ്ണൂരിലെ പെട്രോൾ പമ്പിൽ നിന്നും ക്യാനിൽ സോന പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. സംഭവ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിൽ സോന ക്യാനിൽ പെട്രോൾ വാങ്ങി പോകുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇനി കണ്ടെത്തേണ്ടത്. അതോടുകൂടി ഈ കേസിലെ നിർണായകമായ ചുരുൾ അഴിയുമെന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. മേപ്പയൂർ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്ന വിവരവും മേപ്പയൂർ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.